കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥയും കവിതയും ഇഷ്ടമാണോ? എനിക്കറിയാം, എല്ലാ കുട്ടികൾക്കും കഥയും കവിതയും ഇഷ്ടമാണ്. വലിയവർക്കും ഇഷ്ടമാണ് കേട്ടോ കഥയും കവിതയും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ ഒരു പാട്ട് പാടിയാലോ, കവിത എഴുതിയാലോ? നോക്കൂ, ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രഹങ്ങളും ചന്ദ്രനും ഒക്കെ സൂര്യനും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ചലനം ചലനം പ്രപഞ്ച സത്യം, മാനവനിതു കേട്ടുണരട്ടെ, ഉണരട്ടെ ഉണരട്ടെ, പ്രപഞ്ചമാകെയുണരട്ടെ, അലമാലകളിവിടലറട്ടെ, അഭൗമഗീതം പൊങ്ങട്ടെ, അമ്പരമാകമുഴങ്ങട്ടെ, ചലനം ചലനം പ്രപഞ്ച സത്യം, മാനവനിതു കേട്ടുണരട്ടെ, ഉണരട്ടെ ഉണരട്ടെ, പ്രപഞ്ചമാകെയുണരട്ടെ. ചലനത്തെ പറ്റിയിട്ടുള്ള കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഇത് ഭൂപാളരാഗത്തിൽ പാടുമ്പോൾ കുറേ കൂടി ഗംഭീരാവും എന്നാണ് PK മാമൻ എനിക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അങ്ങനെ വരുന്നൊരു കഥ വേണം. കഥ ഞാൻ കൂട്ടുകാർക്ക് കൂടുതലും പറഞ്ഞ് കൊടുക്കാറുള്ളത് ചെമ്പരത്തിപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും കഥ. ഒരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ, 100 പൂക്കളെ പറ്റിയിട്ട് ഇപ്പോൾ കവിതകൾ എഴുതാനും അതിൻ്റെ ശാസ്ത്ര വിവരങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കാനൊരു ശ്രമം ഇപ്പോൾ ദാസമാവ് നടത്തുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു കൊച്ചു കഥ. നമ്മുടെ വീടിൻ്റെ ഈ കൊച്ചു പൂന്തോട്ടത്തിൻ്റെ മുമ്പിൽ ഒരു ചേച്ചി എന്ത് നട്ടു? ഒരു ചെമ്പരത്തിക്കമ്പ് നട്ടു. ചേച്ചി അതിന് വളമിട്ടു, വെള്ളമൊഴിച്ചു. അതിൽ ഇലകളുണ്ടായി, വലുതായി, കൊമ്പുകളുണ്ടായി. ആകാശത്തേക്ക് നോക്കി നിന്നു. ചെമ്പരത്തി മുട്ടിട്ടു, ചെമ്പരത്തി പൂത്തു, ചുവന്ന ചെമ്പരത്തി. ആ പനിയൻകുട്ടിക്ക് ഒരു മുല്ലവള്ളി നടന്നു. അവൻ്റെ മുല്ലവള്ളി കൊണ്ടുവന്ന ചെമ്പരത്തിയുടെ അടുത്ത്, ചേച്ചി നട്ട ചെമ്പരത്തിയുടെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പം എന്തുണ്ടായി? അതും ചെമ്പരത്തി വളർന്ന് മുകളിൽ വന്ന് മുട്ടിട്ടു, പൂവിട്ടു, വെളുത്ത മുല്ലപ്പൂക്കൾ. മുല്ലപ്പൂ നോക്കിയപ്പോൾ കണ്ടത് ചുവന്ന ചെമ്പരത്തിയാ. എന്ത് ഭംഗിയാ ചേച്ചിയെ നിന്നെ കാണാൻ, എന്ത് ഭംഗിയാ ചേച്ചി നിന്നെ കാണാൻ പറഞ്ഞു. ചെമ്പരത്തി ചാട്ടിലേക്ക് നോക്കി, അപ്പോഴാണ് മുല്ലപ്പൂവിനെ കണ്ടത്. മുല്ലപ്പൂവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മാത്രമല്ല നല്ല മണമുണ്ട്. അപ്പോൾ അവർ കെട്ടിപ്പിടിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഞങ്ങൾക്ക് പറക്കണം, മാനത്തേക്ക് പറന്ന് പറന്ന് പോകണം. കൂട്ടുകാരെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, നല്ല ചൂടുള്ള കാലമാണ്. ഈ ചൂടുള്ള കാലത്ത് നമുക്ക് മഴ വരണം. ഇതാ വിഷുപ്പക്ഷി പാടി തുടങ്ങിയിട്ടുണ്ട്. കള്ളൻ ചക്ക ഇട്ടു, കുണ്ടുമ്പൊക്കോട്ടെ, കണ്ടാമിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പാട്ടും പാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഴക്കാലം വരെയായി. അപ്പം നമുക്ക് മഴയുടെ 4-5 വരികൾ പാടിയല്ലോ. ചന്നം ഭിന്നം മഴ പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു, മഴ 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 പെയ്തു, മലയാളക്കര നിറയുന്നു. ചന്നം ഭിന്നം മഴ പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു, മഴ 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 പെയ്തു, മലയാളക്കര നിറയുന്നു. പ്രകൃതി സമ്പന്നമാണ്, പ്രകൃതി സുന്ദരമാണ് നമ്മുടെ നാട്. അതിന് ഈ മഴയ്ക്കും വലിയ ഒരു പങ്കുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ കഥകളും കവിതകളുമായിട്ട് നമുക്ക്